ഈ ബഹ്റിൻ ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തന്ന ഒരു ഇൻസിഡന്റ് ഷെയർ ചെയ്യും. നാട്ടിൽ നിൽക്കുന്നതാണോ ബഹ്റിനിൽ നിൽക്കുന്നതാണോ ഇഷ്ടം? യൂട്യൂബ് എപ്പോഴെങ്കിലും നിർത്തിയാലെന്ന് തോന്നിയിട്ടുണ്ടോ? നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. കാരണം ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് തന്നെ ആമിയായിരുന്നു. ആ സമയത്ത് അവർ രണ്ടുപേരും കൂടെ എഡിറ്റ് ചെയ്യുകയും എല്ലാം ചെയ്യും. ചേച്ചി സുരേഷ് ചേട്ടനെ അല്ലാതെ കല്യാണം കഴിച്ചതെങ്കിൽ ചേച്ചിക്ക് ഇതുപോലെയൊക്കെ ആകാൻ പറ്റുമോ? അതുപോലെ ഒന്നും ആയിട്ടില്ല. ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, കുറച്ച് നാൾ മുമ്പ് ഞാനൊരു Q&A ഇട്ടിരുന്നു നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ. അപ്പോൾ അതിന് മറുപടി പെട്ടെന്ന് തന്നെ ഇടണമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ കുറേ അധികം തിരക്ക് വന്നപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് വീഡിയോ താമസിച്ചു പോയി. അപ്പോൾ അന്ന് നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതലും പേരും ചോദിച്ചത് നാട്ടിലെവിടെയാണെന്നുള്ളതാണ്. അപ്പോൾ നാട്ടിൽ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ കല്യാണം കഴിച്ച പെൺകുട്ടികളോട് നാട്ടിലെവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അവർ സ്ഥിരമായിട്ട് ഹസ്ബൻഡിൻ്റെ വീടാണ് പറയുന്നത്. പക്ഷെ ഞാൻ ഇന്നുവരെ അങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല. കാരണം എന്നോട് ആര് നാട്ടിലെവിടെയെന്ന് ചോദിച്ചാലും ഞാൻ കുട്ടനാടെന്നേ പറയത്തുള്ളൂ. കാരണം ഞാൻ ജനിച്ചു വളർന്നത് കുട്ടനാടാണ്. ഹസ്ബൻഡിൻ്റെ വീട് കൊച്ചിയിലാണുള്ളത്. എറണാകുളം തോപ്പുംപടി കൊച്ചിയാണ്. അപ്പോൾ ഞാൻ പിന്നെ അധികം നാൾ അവിടെ നിന്നിട്ടും ഇല്ല. കൂടുതലും ബഹ്റിനിലാണ് കല്യാണം കഴിഞ്ഞിട്ട് നിന്നിട്ടുള്ളത്. അതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ എൻ്റെ നാടിനോടുള്ള കൂടുതൽ ഇഷ്ടം കൊണ്ടാണോ എന്നും അറിയത്തില്ല. ഇവിടെ വെച്ച് ആര് ചോദിച്ചാലും ഞാൻ കുട്ടനാടെന്ന് പറയും. പിന്നെ കൂട്ടത്തിൽ പറയും ഹസ്ബൻഡിൻ്റെ നാട് കൊച്ചിയിലാണെന്ന് പറയും. കാരണം അങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചിലർ തെറ്റിദ്ധരിക്കുമല്ലോ, ഇനി സുരേഷിൻ്റെ വീടാണോ കുട്ടനാടെന്ന് തെറ്റിദ്ധരിക്കുമല്ലോ. നോർമലി എല്ലാവരും അങ്ങനെയാണല്ലോ പറയുന്നത്. അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ എൻ്റെ നാട് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാടാണ്. കല്യാണം കഴിച്ചിരിക്കുന്നത് കൊച്ചിയിലാണ്. അപ്പോൾ അതിനുള്ള മറുപടി ആയിട്ടുണ്ടല്ലോ. കൂടുതൽ ആൾക്കാരും ആ ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ വന്നിരിക്കുന്ന ചോദ്യം, ഞാൻ ആമിയുടെ ഫോണിൽ നോക്കിയിട്ടാണ് ഇതിൻ്റെ ആൻസർ പറയുന്നത്. എൻ്റെ ഫോണിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഫാമിലി ആയിട്ട് വ്ളോഗ് ചെയ്യുന്ന സമയത്ത് വീഡിയോ എഡിറ്റിങ്ങിലും ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ അവരുടെ സപ്പോർട്ട് ഉണ്ടാകാറുണ്ടോ? അതോ സ്വന്തമായിട്ടാണോ ഇതൊക്കെ ചെയ്യുന്നത്? ആദ്യം നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. കാരണം ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് തന്നെ ആമിയായിരുന്നു. ആ സമയത്ത് അവർ രണ്ടുപേരും കൂടെ എഡിറ്റ് ചെയ്യുകയും എല്ലാം ചെയ്യുമായിരുന്നു. പിന്നെ 2-3 വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ സപ്പോർട്ട് കംപ്ലീറ്റ് ആയിട്ട് നിന്നു. അവർ ചാനൽ വിട്ടു. അപ്പോൾ പിന്നെ ഞാൻ അതിലേക്ക് കുക്കിംഗ് വീഡിയോസൊക്കെ ഇട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് പിന്നെ ഞാൻ കൂടുതൽ വീഡിയോസൊക്കെ ഇട്ട് ഇത് എൻ്റെ സ്വന്തം ചാനലാക്കി മാറ്റിയത്. അപ്പോൾ അതാണ് അതിനകത്തെ സപ്പോർട്ടെന്ന് പറഞ്ഞാൽ. അവർ മെൻ്റലി നല്ല സപ്പോർട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വീഡിയോ എടുക്കാനും എല്ലാം ഇപ്പോൾ കൂടുതൽ സപ്പോർട്ട് തരുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, സുരേഷ് ചേട്ടനെ അല്ല ചേച്ചി കല്യാണം കഴിച്ചതെങ്കിൽ ചേച്ചിക്ക് ഇങ്ങനെയൊക്കെ ആകാൻ പറ്റുമോ? അങ്ങനെ നമ്മൾ കാര്യമായിട്ട് ഒന്നും ആയിട്ടില്ല. എങ്കിലും സോഷ്യൽ മീഡിയയിലെ ഒരു ഇടപെടലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നമ്മുടേതായ ഒരു വ്യക്തി സ്വാതന്ത്ര്യമാണല്ലോ. അതിപ്പോൾ ആരെ കല്യാണം കഴിച്ചാലും അതിനകത്ത് മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. പിന്നെ സുരേഷ് ചേട്ടൻ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും എൻ്റെ അടുത്ത് നീ അങ്ങനെ ചെയ്യില്ല ഇങ്ങനെ ചെയ്യില്ല അങ്ങനെയൊന്നും പറയാറില്ല. അതൊക്കെ എൻ്റേതായ സ്വാതന്ത്ര്യങ്ങളാണ്. ഇപ്പം ഞാൻ കൂടുതലും ഫേസ്ബുക്കിലാണ് യൂട്യൂബിനേക്കാൾ കൂടുതൽ നമുക്ക് ഫോളോവേഴ്സ് ഉള്ളത്. അതിലും കൂടുതലും പറയുന്നത് പൊളിറ്റിക്സാണ്. അപ്പോൾ അതിനകത്ത് ഒരുപാട് വിമർശനങ്ങളും നെഗറ്റീവ് കമൻസുകളും ഒക്കെ ഉണ്ടാവാറുണ്ട്. അതിലൊന്നും സുരേഷ് ചേട്ടൻ ഇടപെടാറില്ല. അതൊക്കെ ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി പറയാനുള്ള ഉത്തരവാദിത്വം എനിക്കാണല്ലോ. അപ്പം നമുക്ക് പറയാനുള്ള ധൈര്യം ഉള്ളത് കൊണ്ടായിരിക്കും നമ്മൾ ആ പോസ്റ്റ് ഇട്ടത് തന്നെ. അപ്പോൾ അതൊക്കെ ഞാൻ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഒരു കാര്യങ്ങളിലൊന്നും സുരേഷ് ചേട്ടൻ അഭിപ്രായം പറയാറില്ല. ഒരു പാർട്ട്ണർ, ഏത് പാർട്ട്ണറാണെങ്കിലും ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതിലൊന്നും മാറ്റം വരുത്തേണ്ട ആവശ്യം ആർക്കും ഇല്ല. അപ്പോൾ അതാണ് ആ ഒരു ചോദ്യത്തിൻ്റെ മറുപടി പറയാനുള്ളത്. ഇപ്പോൾ സുരേഷ് ചേട്ടൻ അല്ല ആരെ കല്യാണം കഴിച്ചാലും നമ്മുടെ ക്യാരക്ടർ, നമ്മൾ ജനിച്ചു വളർന്ന അപ്പോൾ ഉണ്ടായ ആ ഒരു നമ്മുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അതിനകത്ത് വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. പിന്നെ നമ്മൾ കുറച്ചൊക്കെ അഭിനയിക്കുമായിരിക്കും. അങ്ങനെ ചെയ്യുന്ന കുറേ പേരെ നമുക്കറിയാം. കാരണം ഇപ്പോൾ ഭർത്താവിൻ്റെ മുന്നിലാണെങ്കിൽ ഭയങ്കര കുലസ്ത്രീ ആയിട്ടൊക്കെ ഇരുന്നിട്ട് യഥാർത്ഥ ക്യാരക്ടർ കാണിക്കാതിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സുരേഷ് ചേട്ടന് അറിയാം ഞാൻ അങ്ങനത്തെ ടൈപ്പല്ല. എൻ്റെ സ്വഭാവം എന്താണെന്നുള്ളത് സുരേഷ് ചേട്ടന് പ്രകടമായിട്ട് അറിയാം. ഞാൻ പറയേണ്ട കാര്യം ആരുടെടുത്താണേലും പറയും. അല്ലാതെ മറച്ചു വെച്ചിട്ട് നമ്മളിപ്പോൾ വേറൊരു രീതിയിൽ അഭിനയിക്കാറില്ല എന്ന് സുരേഷ് ചേട്ടന് നല്ല വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും സുരേഷ് ചേട്ടന് അഭിപ്രായം പറയാറില്ല. അതൊക്കെ എൻ്റേതായ സ്വാതന്ത്ര്യങ്ങളാണ്. നമ്മളിപ്പം നമ്മുടെ പാർട്ട്ണർക്ക് കൊടുക്കേണ്ട ആ ഒരു റെസ്പെക്റ്റും അവർക്കൊരു നാണക്കേടുണ്ടാകാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മളെക്കൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നുള്ളതാണ്. അല്ലാതെ അതിനകത്ത് ഇപ്പം സുരേഷ് ചേട്ടനെ അല്ല ആരെ കല്യാണം കഴിച്ചാലും എൻ്റെ സ്വഭാവം ഇതൊക്കെ തന്നെ ആയിരിക്കും. പ്രത്യേകിച്ച് മാറ്റമൊന്നും വരാനായിട്ട് പോകുന്നില്ല. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത്, ഹായ് ചേച്ചി, ബഹ്റിൻ ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തന്ന ഒരു ഇൻസിഡൻറ്റ് ഷെയർ ചെയ്യാമോ? ബഹ്റിൻ ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തന്നത്, ഞാനിവിടെ വന്നിട്ടൊരു 2007 ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കാണ് ബഹ്റിനിൽ വന്നത്.
അത് കഴിഞ്ഞിട്ട് പിന്നെ മോളെ പ്രഗ്നൻ്റ് ആയ ആ ഒരു സമയമാണ് ഞങ്ങളെ എല്ലാവരെയും സംബന്ധിച്ച്, എന്നെ സുരേഷിനെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമായിട്ടുള്ള സമയം. അതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് എന്നെക്കാളും മുമ്പേ സുരേഷിനാണ് അറിഞ്ഞത്. കാരണം എനിക്കിങ്ങനെ ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു, PCOD ഉള്ളതുകൊണ്ട് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അറിയത്തില്ല പ്രഗ്നൻ്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊന്നും അറിയത്തില്ലല്ലോ. ആ സമയത്ത് ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്കും ഞാൻ ലാബിൽ വെയിറ്റ് ചെയ്ത സമയത്ത് ഡോക്ടർക്ക് കുറച്ച് പോകാൻ തിരക്ക് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അവർ ലാബിൽ നിന്ന് ഡയറക്റ്റ് വിളിച്ച് ഡോക്ടറെ അടുത്ത് പറഞ്ഞു റിസൾട്ട് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ സുരേഷേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു വേഗം നിങ്ങൾ റൂമിലേക്ക് വാ, റിസൾട്ട് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെക്കാളും മുമ്പേ സുരേഷേട്ടനാണ് അറിഞ്ഞത്. ആ ഒരു മൊമെൻ്റ് ആണ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ബഹ്റൈൻ ലൈഫിലെ ഏറ്റവും സന്തോഷമുണ്ടായ സമയം. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. യൂട്യൂബ് ജേർണി പറയാമോ? ചാനൽ തുടങ്ങാനുണ്ടായ മോട്ടിവേഷൻ. ക്രിസ്മസിൻ്റെ അന്ന് ആമി സ്റ്റാർട്ട് ചെയ്തൊരു ചാനലാണിത്. അതായത് അവൾ ജസ്റ്റ് ഞങ്ങൾക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ ഇങ്ങനെ എഴുതിയിട്ടൊക്കെ വെക്കത്തില്ലേ, അതിൻ്റെ പേരെന്തോ ഞാൻ മറന്നുപോയി പെട്ടെന്ന്. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് അവൾ തന്നെ ക്യാമറ സെറ്റ് ചെയ്തൊരു വീഡിയോ എടുത്തായിരുന്നു. അപ്പോൾ എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങളെ ഇങ്ങനെ വിളിച്ചിട്ട് ഇന്ന സ്ഥലത്ത് ഗിഫ്റ്റ് ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് തോന്നി. അപ്പോൾ സുരേഷനാണ് പറഞ്ഞത് എന്നാൽ പിന്നെ നമുക്കിത് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയിട്ട് അതിലിട്ടാലോ എന്ന് കരുതി. അങ്ങനെയാണ് ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മയുടെ ഡാൻസിൻ്റെ റീൽസൊക്കെ ഇട്ടായിരുന്നു. ആ സമയത്ത് നമുക്ക് യൂട്യൂബിനെ പറ്റി യാതൊന്നും അറിയത്തില്ല, കാരണം ഈ കോപ്പിറൈറ്റ് എന്തോ ആണെന്നോ ഒന്നും അറിയത്തില്ലായിരുന്നു. ഞങ്ങൾ കോപ്പിറൈറ്റുള്ള പാട്ടൊക്കെ ആയിരുന്നു അതിൽ ആഡ് ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് കുറച്ച് മിസ്റ്റേക്കൊക്കെ പറ്റി ആദ്യം അങ്ങനെയായിരുന്നു. പിന്നെ കൂടുതലും പേരും ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം, കുക്കിംഗ് വ്ളോഗ് ചെയ്യാനാണോ മറ്റുള്ള വ്ളോഗ്സ് ചെയ്യാനാണോ കൂടുതൽ ഇഷ്ടം? 2-3 പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ചേച്ചിക്ക് കുക്കിംഗ് വീഡിയോ ഇടാനാണോ കൂടുതൽ ഇഷ്ടം അതോ യാത്ര പോകുന്നതിൻ്റെ വീഡിയോ ഇടാനാണോ ഇഷ്ടമെന്ന്. രണ്ടും ഇഷ്ടമാണ്. പിന്നെ കുക്കിംഗ് ആണ് കൂടുതൽ ഇഷ്ടം. നമ്മളെപ്പോഴും വീട്ടിൽ ചെയ്യുന്ന ഒരു കാര്യമല്ല, ഡെയിലി ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് അറിയാൻ മേലാത്ത ചില കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതും ഒരു സന്തോഷമുള്ള കാര്യമല്ലേ. പലരും നമ്മുടെ ഇൻസ്റ്റാ വീഡിയോസൊക്കെ കണ്ടിട്ട് വന്ന് കമൻറ്റ് പറയാറുണ്ട്, അങ്ങനെ ഉണ്ടാക്കി നോക്കിയപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു എന്നൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ. അതുകൊണ്ട് കുക്കിംഗ് വീഡിയോസ് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ നാട്ടിൽ എവിടെയാണ് പ്ലേസ്? അതിൻ്റെ മറുപടി ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് നമ്മുടെ സ്മിത സന്തോഷാണ്. കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്ത് വീട്ടിലിരിക്കാനാണോ ഇഷ്ടം അതോ ജോലിക്ക് പോകാനാണോ ഇഷ്ടം? ഏതാണ് സന്തോഷം തരുന്നത്? ഓഫ് കോഴ്സ് നമുക്ക് ജോലിക്ക് പോകാനാണ് കൂടുതൽ ഇഷ്ടം. കാരണം നമുക്കൊരു വരുമാനം ഉണ്ടാകുക എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമല്ലേ. കുക്കിംഗ് എന്താണെങ്കിലും നമ്മൾ വീട്ടിലിരുന്നാലും ജോലിക്ക് പോയാലും കുക്കിംഗ് ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ കുലസ്ത്രീ ഒന്നുമല്ല കേട്ടോ, എപ്പോഴും ഇങ്ങനെ അടുക്കള അങ്ങനെയല്ല, നമ്മുടേതായ സന്തോഷങ്ങളെല്ലാം ചെയ്യും. അതിൻ്റെ കൂട്ടത്തിൽ ജോലിക്ക് പോകുന്നത് തന്നെയാണ് കൂടുതൽ ഇഷ്ടം. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നീതുവാണ്. ഹായ് ചേച്ചി, നാട്ടിൽ നിൽക്കുന്നതാണോ ബഹ്റൈനിൽ നിൽക്കുന്നതാണോ ഇഷ്ടം? നമ്മൾ ഒരുമിച്ചുള്ള യാത്രകൾ ഒരുപാട് മിസ് ചെയ്യുന്നു. ലൈഫിലെ ഏറ്റവും നല്ല നിമിഷങ്ങളായിരുന്നു ആ യാത്രകൾ. അത് ശരിയാണ് കേട്ടോ. നീതു കൂടെ ഉണ്ടായിരുന്നപ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ബഹ്റൈനിൽ നിൽക്കുന്നതാണോ നാട്ടിൽ നിൽക്കുന്നതാണോ ഇഷ്ടം? തീർച്ചയായിട്ടും ബഹ്റൈനിൽ നിൽക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. കാരണം നമുക്ക് നമ്മുടേതായ കുറേ സ്വാതന്ത്ര്യങ്ങളുണ്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ അതിനെപ്പറ്റി ഒരു വീഡിയോ തന്നെ ഇടാനുണ്ട്, ഒരു കണ്ടൻ്റാണത്. എന്നാന്ന് വെച്ചാൽ നമുക്ക് എന്താണെങ്കിലും നമ്മുടേതായ ഒരു സ്വാതന്ത്ര്യം എല്ലാ കാര്യത്തിലും. ഇപ്പോൾ കുറച്ച് സമയം അവധി ദിവസങ്ങളാണെങ്കിലും ഞങ്ങൾ ചിലപ്പം ഫ്രൈഡേ സാറ്റർഡേ ഒക്കെ ഹോളിഡേ അല്ലേ, അപ്പോൾ നമ്മൾ 10:30-ആയിരിക്കും എഴുന്നേക്കുന്നത്, 11 മണിക്കായിരിക്കും എഴുന്നേക്കുന്നത്, രാത്രി കുറേ ലേറ്റ് ആയിട്ടായിരിക്കും കിടക്കുന്നത്. ഇതൊക്കെ നമുക്ക് നാട്ടിൽ നിന്നാൽ എന്താണെങ്കിലും നമ്മുടെ നേരെ ചോദ്യം വരും, എവിടെയാണെങ്കിലും ചോദ്യം വരും. അപ്പം നമ്മുടേതായ കുറേ സ്വാതന്ത്ര്യങ്ങൾ നാട്ടിൽ നിന്നാൽ കിട്ടാത്തത് ഇവിടെ കിട്ടും. അത് എൻജോയ് ചെയ്തവർക്കും പിന്നെ കുക്കിങ്ങിൻ്റെ കാര്യമാണെങ്കിലും പുറത്ത് എവിടെയെങ്കിലും പോകാനാണെങ്കിലും കുട്ടികളെ നോക്കുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും നമ്മുടേതായ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പറ്റും. ആ ഒരു കാര്യം കൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ നിന്ന മിക്കവാറും ലേഡീസിനെല്ലാം ഗൾഫിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിരിക്കും താല്പര്യം. എനിക്കും അത് തന്നെയായിരുന്നു ഇഷ്ടം. പക്ഷേ ഇപ്പം നമ്മുടെ നാട്ടിലത്തെ പച്ചപ്പും കൃഷി അങ്ങനെയുള്ള കാര്യങ്ങളില്ലേ, അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നാട്ടിൽ പോയി സെറ്റിൽ ചെയ്യാൻ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ചെടികളൊക്കെ പച്ചക്കറികളൊക്കെ നട്ടിട്ട് പറമ്പിൽ അത് ഭയങ്കര ഇഷ്ടമാണ്. അല്ലാത്ത കാര്യങ്ങളെല്ലാം വെച്ച് നോക്കിയാൽ ബഹ്റൈനിൽ തന്നെ നിൽക്കാനാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ അടുത്ത ചോദ്യം, ചേച്ചി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിൽ ഏറ്റവും ഹേർട്ട് ടച്ചിങ് ആയ വീഡിയോ ഏതാണെന്ന്. അത് എൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് നാളത്തേക്ക് നമ്മൾ വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. അപ്പം അച്ഛനെ പറ്റി ഇട്ട ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഒരു ഷോർട്സ് ആണ് കേട്ടോ. അതാണ് ശരിക്കും നമ്മൾ മനസ്സിൽ നിന്ന് വിഷമം വന്നിട്ട് പറഞ്ഞൊരു വീഡിയോ ഉണ്ടല്ലോ,
അങ്ങനെ ചെയ്തൊരു വീഡിയോ എന്ന് പറയുന്നത് ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളത് ആ ഒരു വീഡിയോ മാത്രമാണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഏത് ടൈമാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്? അങ്ങനെ ചോദിച്ചാൽ കൂടുതലും നാട്ടിലത്തെ ഒരു 6 മണിയാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യാറുള്ളത്. ഇവിടുത്തെ 3:30 ആ സമയത്തേക്ക് മിക്കവാറും ഷെഡ്യൂൾ ചെയ്ത് വെക്കും. കാരണം ഇവിടുത്തെ 3:30 എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ മിക്കവാറും ഉച്ച കഴിഞ്ഞിട്ടൊന്ന് ഉറങ്ങുന്ന സമയമായിരിക്കും. ആ സമയത്ത് നമുക്ക് വീഡിയോ അപ്ലോഡ് ആകാൻ വേണ്ടിയിട്ട് നേരത്തെ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഷെഡ്യൂൾ ചെയ്ത് വെക്കും. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ മുനീസയാണ് ചോദിച്ചിരിക്കുന്നത്. ചേച്ചി എത്ര ഇയറായി യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് നെഗറ്റീവ് കമൻസ് വരാറുണ്ടോ? വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യുന്നത്? നെഗറ്റീവ് കമൻസ് യൂട്യൂബിൽ അങ്ങനെ വന്നിട്ടില്ല. കാരണം എനിക്ക് കൂടുതലും ഫോളോവേഴ്സ് ഉള്ളത് ഫേസ്ബുക്കിലാണ്. അത് പിന്നെ കുറച്ച് പൊളിറ്റിക്സ് റിലേറ്റഡ് ആയതുകൊണ്ട് ഒരുപാട് നെഗറ്റീവ് കമൻസ് വന്നിട്ടുമുണ്ട്, അത് ഹാൻഡിൽ ചെയ്തിട്ടുമുണ്ട്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ നമ്മൾ ആ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങാവുള്ളൂ. നെഗറ്റീവ് കമൻറ്റ് വന്ന ഉടനെ നമ്മൾ അയ്യോ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫെഡപ്പായിട്ട് ഇരിക്കാനാണെങ്കിൽ പിന്നെ നമ്മൾ ഈ പണിക്കൊന്നും പോകാൻ നിൽക്കരുത്. വരുന്നത് ആ ഒരു രീതിയിൽ കൈകാര്യം ചെയ്യണം. ഇപ്പം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്നും പറഞ്ഞ് നമുക്കൊന്നും പറ്റാനൊന്നും പോകുന്നില്ലല്ലോ. അത് അവരുടെ അഭിപ്രായം, അവർ പറഞ്ഞേച്ചു, നമ്മളതിനെ ആ ഒരു രീതിയിൽ മാത്രം എടുക്കുക. അതിപ്പം ലൈഫിൻ്റെ കാര്യത്തിലാണെങ്കിലും എനിക്കതേ പറയാനുള്ളൂ. പറയുന്നവർ മാറിയിരുന്നുകൊണ്ട് പറയും, നമ്മളതൊന്നും മൈൻഡ് ചെയ്യണ്ട. നമ്മൾ കറക്റ്റാണോ, നമ്മൾ ചെയ്യുന്നത് ശരിയാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. അത് മറ്റാരെയും ബോധിപ്പിക്കേണ്ട ആവശ്യം നമുക്കില്ല. അതാണ് നെഗറ്റീവായിട്ട് പറയുന്ന ആൾക്കാരെക്കുറിച്ച് കൂടി പറയാനുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ബീനാമീസ് ലൈഫ് ആഫ്റ്റർ 50. ബീന ചേച്ചിയാണ്. യൂട്യൂബ് എപ്പോഴെങ്കിലും നിർത്തിയാലെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം നമ്മളൊരു പ്രശസ്തിയോ അല്ലെങ്കിൽ കുറേ പൈസ ഉണ്ടാക്കാമെന്നോ വിചാരിച്ചിട്ടോ അല്ല യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത്. ഒന്നാമത്തെ കാര്യം അത്. നമ്മുടെ മെമ്മറീസൊക്കെ സേവ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരിടമാണ് യൂട്യൂബ്. കാരണം എൻ്റെ കുഞ്ഞിലത്തെ കാര്യങ്ങളൊക്കെ എൻ്റെ മോളുടെ അടുത്ത് എനിക്കിപ്പോൾ പറഞ്ഞു കൊടുക്കാനല്ലേ പറ്റുള്ളൂ. പക്ഷേ അവളുടെ കുഞ്ഞിലത്തെ കാര്യങ്ങൾ അവൾ വളർന്നു കഴിഞ്ഞാലും എനിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. നമ്മളല്ലാതെ ഒരു മെമ്മറി കാർഡിലോ ഫോണിലോ ലാപ്പിലോ ഒക്കെ സേവ് ചെയ്ത് വെച്ചാലും അതിന് കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും എന്തൊക്കെയാണെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോകാൻ ചാൻസ് ഉണ്ട്. ഇത് നമ്മുടെ യൂട്യൂബ് നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മുടെ ഈ ഓർമ്മകൾ എന്നും അവിടെ ഉണ്ടാകും. അപ്പോൾ ഞങ്ങളുടെ പഴയ കുഞ്ഞിലത്തെ ആമിയുടെ കുറേ കാര്യങ്ങൾ, എവിടെയെങ്കിലും പോയത്, ഓണം വിഷു ഒക്കെ ആഘോഷിച്ചത്, അതൊക്കെ ഇപ്പോഴും എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര ചേഞ്ചസ് വന്നിട്ടുണ്ടല്ലോ. അത് നമുക്ക് നല്ല രസമാണ്, നമുക്ക് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് ഒരിക്കലും യൂട്യൂബ് നിർത്തണമെന്ന് തോന്നിയിട്ടില്ല. ഹായ് ചേച്ചി, പുതുതായിട്ട് യൂട്യൂബ് തുടങ്ങുന്ന ആൾക്കാർക്ക് കൊടുക്കാനുള്ള നിർദ്ദേശം എന്താണ്? വ്ളോഗുകളുമായി മുന്നോട്ട് പോകുമ്പോൾ എപ്പോഴെങ്കിലും വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം എന്താണ്? ആ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ട്രാവൽ വിത്ത് അജിത്താണ് ചോദിച്ചിരിക്കുന്നത്. ആ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞത്. എനിക്ക് യൂട്യൂബ് നിർത്തണമെന്ന് തോന്നിയിട്ടില്ല. പുതുതായിട്ട് യൂട്യൂബ് തുടങ്ങുന്നവർക്ക് കൊടുക്കാനുള്ള നിർദ്ദേശം ഒന്നും പറയാനുള്ള അത്രയും വലിയ യൂട്യൂബറൊന്നും അല്ല ഞാൻ. പിന്നെ എനിക്കറിയാവുന്ന കുറേ കാര്യങ്ങൾ, നമുക്ക് പറ്റിയ മിസ്റ്റേക്കുകളുണ്ടല്ലോ. നേരത്തെ ഈ കോപ്പിറൈറ്റിനെ കുറിച്ചോ അപ്ലോഡ് ചെയ്യുന്ന രീതിയെക്കുറിച്ചോ ഒന്നും അറിയത്തില്ലായിരുന്നു നമ്മൾ ചാനൽ തുടങ്ങിയ സമയത്ത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചൊക്കെ നമുക്ക് ശ്രദ്ധിക്കണം. പുതുതായിട്ട് ചാനൽ തുടങ്ങുന്നവർ കോപ്പിറൈറ്റിനെ കുറിച്ചും എന്തൊക്കെയാണ് അവിടുത്തെ, അതായത് വേറൊരാൾ ഉപയോഗിച്ച കണ്ടൻറ്റ് നമ്മളെടുത്ത് ഉപയോഗിക്കരുത്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് പറയാനുള്ളത്. അല്ലാതെ പുതിയ യൂട്യൂബേഴ്സിന് കൊടുക്കാൻ അത്ര വലിയ എക്സ്പീരിയൻസ് ഉള്ള യൂട്യൂബറൊന്നും അല്ലല്ലോ ഞാൻ. അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്നത് സുരേഷ് ചേട്ടനോട് കൂടുതൽ ആക്റ്റീവ് ആകാൻ പറയണം, എന്നിട്ട് ഡെയിലി ലൈഫ് വീഡിയോ ഇട്. ഡെയിലി ലൈഫ് ഇടണമെന്നൊക്കെ വിചാരിക്കും, പക്ഷേ ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ മടി പിടിച്ചിരിക്കും. പിന്നെ കുറേ തിരക്കുകളൊക്കെ അല്ലേ. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഒരു ടൈമിങ്ങിൻ്റെ പ്രശ്നം. ഇവിടെ 4:50 ആകുമ്പോഴത്തേക്ക് എനിക്ക് രാവിലെ എഴുന്നേൽക്കണം. 6 മണിക്ക് സുരേഷ് ചേട്ടനും ആമിക്കും ഡ്യൂട്ടിക്ക് പോകണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കുറച്ച് കാര്യങ്ങൾ, വീട്ടിലത്തെ കാര്യങ്ങൾ, നമ്മുടെ പേഴ്സണലായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ലഞ്ച് ടൈമിൽ തന്നെ സുരേഷ് ചേട്ടനും ആമിയും വരും. അവർക്ക് പിന്നെ പോകണ്ട, സുരേഷ് ചേട്ടൻ്റെ ഡ്യൂട്ടി കഴിയും, ആമിക്ക് സ്കൂളും കഴിഞ്ഞിട്ട് വരുന്നതാണ്. പിന്നെ ഉച്ച കഴിഞ്ഞ് കുറച്ച് സമയം റെസ്റ്റ് എടുക്കും. അത് കഴിഞ്ഞ് നമുക്ക് എന്താണെങ്കിലും വൈകിട്ട് എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് കാണാം. അതാണ് മെയിൻ. ഒന്നുകിൽ ആമിയുടെ ഡാൻസിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോഗ്രാംസ് കാണും, അല്ലെങ്കിൽ പ്രതിഭയിലോ സമാജത്തിലോ ഒക്കെ ആയിട്ട് പ്രാക്ടീസോ കാര്യങ്ങളോ പ്രോഗ്രാംസോ ഒക്കെ കാണും. എല്ലാ ദിവസവും വൈകിട്ട് എന്തെങ്കിലും പരിപാടി കാണും. അപ്പോൾ ആ ഒരു തിരക്കും ഒക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ വന്ന് വീട്ടിൽ വരുന്നത് തന്നെ ഏകദേശം 11 മണിയൊക്കെ ആവാറുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് രാവിലെ നമുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ടൈം കിട്ടാറില്ല. അതാണ് കൂടുതലും ഡെയിലി ലൈഫ് വീഡിയോസ് ഞാൻ മിക്കവാറൊക്കെ പ്ലാൻ ചെയ്യാറുണ്ട് കേട്ടോ, എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇടണമെന്നൊക്കെ. അതുകൊണ്ട് ഷോർട്സിൽ ഒതുക്കുന്നത്
ഈ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യം എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ നമുക്ക് അടുത്ത Q&A ആയിട്ട് അതിൻ്റെ റിപ്ലൈ ഞാനിടാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. പിന്നെ സ്ഥിരം കേൾക്കുന്ന ഡയലോഗ് തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.